ഹായ് ഗൈസ്, അപ്പോൾ ഇത് നമ്മള് എവിടെ പോവലു? ഓക്കെ, അപ്പം അമ്മയ്ക്ക് ഒരു ചെറിയ വയ്യ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് അതെ കഞ്ഞി പയറ് ആൻഡ് പപ്പടം നമ്മൾ അച്ഛൻ കഴിച്ചില്ല. ഓക്കെ, അപ്പൊ പോയി ലേറ്റ് ആണ് ഓൾറെഡി. നമ്മൾ പോയി വെല്ലുമോളി പോയി ഒന്ന് ജസ്റ്റ് കറങ്ങലൊന്നും ഇല്ല. താഴെ പോയപ്പോഴത്തേക്ക് കൊണ്ടുവരിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ചേക്കും വരും. അപ്പൊ ബാക്കി വീഡിയോ വഴിയേ കാണാം. പോയാലോ, ബൈ. തിരുവനന്തപുരം മുഴുവൻ ഉണ്ടല്ലോ ആ സ്ഥിരം പാർക്കിങ്ങിലാണ്. അവിടെ ഇവിടെയും വരച്ചിട്ടുണ്ടല്ലേ. നല്ലത്. നമ്മുടെ കയ്യിൽ 1 മണിക്കൂർ ടൈം ഉണ്ട്. ടോക്കൺ 1 മണിക്കൂറാണെങ്കിൽ 10 രൂപ. ഈ 10 രൂപയെ കുറഞ്ഞ് നമ്മൾ കൂടുതൽ നമ്മൾ കൊടുക്കില്ല. അതാണ് നമ്മുടെ ടാസ്ക്. നാട് മൊത്തം ഉണ്ട്. ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ബില്ല് ചെയ്യാനാണ് എനിക്ക് പണി. ഇന്ന് സാറ്റർഡേ ആണ് നല്ല തിരക്കാണ്. പൊന്നു അതെ, ഇവിടെ വരുമ്പോൾ നമ്മൾ മറ്റേ 4 വീലർ ലൈസൻസ് ഒന്നും വേണ്ട, അടിപൊളിയായിട്ട് പൊന്നു വണ്ടി ഓട്ടിക്കും. കാണിച്ചു കൊടുക്കും പൊന്നിന് വേണ്ട. പൊന്നു ഒറ്റ കൈ കൊണ്ടൊക്കെ സ്റ്റിയറിംഗ് തിരിക്കും. വാങ്ങണത് ഈ 149-ഉം 299. നമുക്ക് 149 കുറച്ച് മേടിച്ചാലോ. ഹാഫ് കെ ജി ഇനിയുണ്ടല്ലോ, നമുക്ക് ബ്രെഡ് എടുക്കണം. ബ്രെഡ് നമുക്ക് കേക്ക് നോക്കണം, ബ്രെഡ് നോക്കണം. പക്ഷെ ഇല്ലേ, എനിക്ക് എന്താ തോന്നുന്നില്ല, പുറത്തത്ര കണ്ടത്ര ഇത് അകത്തിവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ബില്ലിങ്ങിന്റെ അവിടെ ഭയങ്കര എനിക്ക് ശരിയായിട്ട് ഒരുപാടുണ്ടല്ലോ. കുറെ നല്ല മണമുണ്ട്. 22 ഇത് മതി. മെയ് 22 ഒരു 100 റുപ്പീസിൻ്റെ അകത്ത് നിൽക്കുന്നത് ഞങ്ങൾ എപ്പോഴും മേടിക്കുന്നൊരു സാധനമുണ്ട്. മുഹബത്ത് കസവ സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഇന്ന് അതെടുക്കാം. ഉണ്ടോ നാട്ടിൽ നോക്കട്ടെ. ഭയങ്കര ഡിമാൻഡാണ്. ഭയങ്കര തിരക്കാണ്. നമുക്ക് നോക്കാം. ബയോ നല്ല തിരക്ക്. ഭയങ്കര തിരക്ക്. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് മുഹബത്ത് കസവ. ഇതുണ്ടല്ലോ. എത്ര രൂപ? 85 എടുത്തോ. കുറച്ച് തണുത്തുള്ളത്. അത് നോക്കിക്കൊണ്ടിരുന്നത് പോവും. വന്നിരുന്നോടാൻ പോണ ഐറ്റമാണ്. ഈ തണുപ്പില്ല. അതെയല്ലേ, എത്ര ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ പോകത്തുള്ളൂ. ഇതുപോലൊരു മെഷീൻ വാങ്ങാതെ ഇത് കാണുമ്പോൾ എനിക്കൊരു തനി മലയാളിയുടെ എന്താ ഒരു ഇതുണ്ട്. ഓട്ടോമാറ്റിക് ചപ്പാത്തി മേക്കർ ഇതുപോലെ നമുക്ക് മേടിക്കാം. അതാകുമ്പോൾ നമുക്ക് ചപ്പാത്തി. പിന്നെ വീട്ടിൽ ഭയങ്കര ചപ്പാത്തി മേക്കിംഗ് ആണല്ലോ. റൊട്ടിമാറ്റിക്, അതാണ് അവള് പറഞ്ഞ സാധനത്തിന്റെ പേര്. തനി മലയാളിയുടെ ഇതിൽ പറയുന്നുണ്ട്. എത്ര കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കറക്റ്റ് എന്താ എന്റെ പേര്, വാനില ലോഫ് കേക്കാ. അത് വാനില ലോഫ് കേക്കിന്റെ 700 ഗ്രാം നമുക്ക് 450 ഗ്രാം. ഡേറ്റ് 24 16-ാം തീയതി. ഇന്നലത്തെ ബാക്കി കുഴപ്പമില്ല, എടു മതിയല്ലോ. നമ്മള് അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല, നമ്മൾ എന്ന് വന്നാലും എന്ത് തപ്പിയാലും ഇതേ എടുക്കൂടാ അവസാനം. ഓക്കെ, സെറ്റ്. അല്ല, ഈ കാണുന്ന കേക്ക് മൊത്തം വീട്ടിൽ കൊണ്ടുപോയാലും കൊള്ളാമല്ലേ. വേറെ ഇതെന്തോ വൈറ്റോ? എനിക്കുണ്ടോ? ഏതാ? എവിടെ? ഇതല്ല നമ്മൾ വാങ്ങണ. ഇതാണ് അല്ല, ഇവിടെ എല്ലാ പ്രാവശ്യവും വാങ്ങുന്നത് ഒരേ ഒരു സാധനമാണ്. സാധാരണ പൊതുവെ എല്ലാവരും കോളിഫ്ലവറും അങ്ങനെയല്ല സാധാരണ എല്ലാവരും മേടിക്കുന്നത് ലൈക്ക് എന്തുവാ, ഡിഫറെൻറ്റ് ട്രൈ ചെയ്യും. നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ട അത് തന്നെ പിന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി പ്രാവശ്യം അതില്ല. എന്നിട്ട് നമുക്ക് ഇന്ന് വെച്ചാൽ അമ്മയ്ക്ക് നമുക്ക് അമ്മയ്ക്ക് ദോശയും നമുക്ക് പൊറോട്ടയും അമ്മ ദഹിക്കുന്നൊന്നും കഴിച്ചൂടാ. അമ്മയ്ക്ക് ദഹിക്കുന്നൊന്നും കൊടുത്തൂടാ. ദഹിക്കാത്തൊന്നും കൊടുത്തൂടാ. നമുക്ക് കുഴപ്പമില്ല. നോക്കാം, ഒരു റൗണ്ട് കറങ്ങിയിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, നോൺ വെജ് നോക്കാം. എന്നെ പള്ളാം. ഞാനും അതാണ് ആലോചിക്കുന്നത്.
ഒരു കറക്കത്തിന് ശേഷം ഇവിടെ തന്നെ എത്തി. നമുക്ക് കടായി എന്തോന്നാണ് കടായി വെജ്? എന്തോ ഇതിൻ്റെ ഐറ്റം? അതിനകത്ത് ക്യാപ്സിക്കവും സവാളയും അങ്ങനെയുള്ള ഐറ്റംസ്. 250 gram. ഫൈനലൈസ്ഡ്. കഴിക്കാൻ പൊറോട്ട മേടിക്കാം. എപ്പോൾ വന്നാലും എപ്പോഴെന്നല്ല വല്ലപ്പോഴൊക്കെ വരുമ്പോഴൊക്കെ മേടിക്കുന്ന ഒരു ഐറ്റമാണ് വടാപ്പ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് ഷെയർ ചെയ്യും അല്ലേ? ഇത് മേടിക്കണം. സാധാരണ എല്ലാവരും വൃത്തിയില്ല എന്നല്ല, ഇവിടെ വരുമ്പോൾ കുറച്ച് വൃത്തിയാകുമ്പോൾ എല്ലാവർക്കും പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ സ്ട്രീറ്റ് ഫുഡിനെക്കാളും നമ്മൾ പ്രിഫർ ചെയ്യും ഇവിടെ വരുമ്പോഴത്തേനും നല്ല സാധനമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വടാപ്പോ ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആലു ഉണ്ട്, മറ്റേ മിൻറ്റിൻ്റെ ഉണ്ട്, അതിൻ്റെ ചട്നി ഉണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും ഇങ്ങനെ 50 രൂപയാണ്, ഇത് 20 രൂപയാണ്. പക്ഷെ ഇത് കൊള്ളാം, വൃത്തിയുണ്ട്. എത്ര എണ്ണം വരും? 6 വരെ 70 രൂപ. 50-20 ആ ഒരു ക്വാളിറ്റിക്കും വൃത്തിയും ഹൈജീനും ഒരു ഇതുണ്ട്. പൊന്നൊന്ന് ട്രൈ ചെയ്യാം. നമ്മൾ എപ്പോഴും വടാപ്പാവാണ് 45 വടാപ്പാണ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എപ്പോഴും നോക്കി അപ്പം എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണം ട്രൈ ചെയ്യാം. ഞാൻ വൈകുന്നേരത്താണ് ആണെങ്കിൽ ഒരു മിനിമം 7-6 രൂപയാണ്. ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ പുറത്തുനിന്നാണ് മേടിക്കുന്നത്. എന്നാലും സൂക്ഷിച്ചേ. കയ്യിൽ നിന്ന് പോവരുത്. മറ്റേ ഇതല്ലേ CID മൂസിലല്ലേ അവസാനം മുട്ട പോയിട്ട് തറയിലും പൊട്ടാത്ത മുട്ട മാത്രം പറക്കിയെടുക്കണേ. ഇത് പൊട്ടത്തില്ല, ഇത് നല്ല ഫുൾ നല്ല പാക്കഡാണ്. നമുക്ക് 30 എണ്ണം കറക്റ്റ് സെറ്റ് അല്ലേ? നല്ലതല്ലേ മുട്ട? എത്ര തീയതി? 19 ഞാൻ കണ്ടു. ഇവിടെ എനിക്ക് ഡേറ്റ് കാണാം. 19. നമ്മുടെ വീഡിയോ കണ്ടെന്നവർക്കറിയാം, നമ്മൾ ചിക്കൻ വാങ്ങിച്ച മന്തി മുക്കിയാണ്. നമ്മൾ എപ്പോഴും മന്തി ഉണ്ടാക്കി. പക്ഷെ വീടിൻ്റെ മന്തി റൈസ് നമ്മളെപ്പോഴും മന്തി റൈസ് മേടിക്കുന്ന ഇവിടുത്തെ. എത്ര രൂപ? 134. പക്ഷെ നല്ല റൈസ് ആടി ഉണ്ടാക്കി. ചിലതുകൊണ്ട് ഇങ്ങനെ ഒരു പശ പോലെ വരുന്നത്, അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി എന്തുവാ? പക്ഷെ ഫുൾ എക്സ്പ്രസ് കൗണ്ടർ ഉൾപ്പെടെ ഫുൾ ആള്. നോക്കാം, ഇത് എക്സ്പ്രസ് ആണോ? അല്ല, അതാണ് എക്സ്പ്രസ്. ഉണ്ടോ? ഓ, നമ്മുടെ ഇപ്പൊ എക്സ്പ്രസിങ്ങളും ഉണ്ടല്ലേ. കൂടുതൽ സാധനമുണ്ട്. 10 സാധനത്തിൽ കുറവാണ് എക്സ്പ്രസ് കാണുന്നത്. നമുക്ക് കൂടുതലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, കുഴപ്പമില്ല, പെട്ടെന്ന് മൂവ് ആവുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. കുറച്ചുള്ളൂ. പൊക്കിയെടുത്ത് മോള് വെച്ച് തരണോ? റൈറ്റ്, 10 കൂടുതൽ സാധനമുണ്ട്. എനിക്ക് എടുത്തു വന്നപ്പോൾ കുറച്ച് സാധനം പോലെ തോന്നി. നമ്മൾ കവർ എടുത്തോണ്ടിരാൻ മറന്നുപോയി ഗൈസ്. സോ ഇനി ഇതിലോട്ട് ആക്കിയാലേ പാർക്കിങ്ങിന് അങ്ങോട്ട് ഇറക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ സാധനം, ഇതാണ് റൂള്. ഇതെടുത്തോണ്ട് പോകുന്ന സമയത്ത് സൈഡിലൊക്കെ ഇതുപോലത്തെ ട്രോളീസ് ഒതുക്കി വെച്ചിട്ട് കണ്ടിട്ടില്ലേ? എല്ലാം കലി. സമയം 1 മണിക്കൂർ. ആരെ ഇടിക്കല്ലേ? കൂടുതലായിട്ടുണ്ടെങ്കിൽ കൊടുത്തൂല്ലാന്ന് പറയുകയാണെങ്കിൽ നിന്നെ അവർ പുറത്ത് വിടൂല. ഞാൻ ഇറങ്ങി നടക്കും. നിനക്ക് വണ്ടി വേണമെങ്കിൽ നീ കൊടുത്തിട്ട് തരണം. ഇവക്ക് തലക്ക് സോണം. ഈശ്വര, കൊറേ തിന്നേണ്ടി വരല്ലേ? അതെ, അത് വയറിലേക്കൊണ്ടിരിക്കുക.
കാണാൻ കാണുന്നില്ല പൊന്നുണ്ട് എക്സ്ട്രാ റൈസ് ഇത് നല്ല നല്ല അടിപൊളി റീച്ച് എത്തിയില്ലേ 44 എന്താ അതെ അതെ കയറട്ടാ അമ്മേ പോവാ എക്സിറ്റ് ഇരുപതാണ് ഗൂഗിൾ പേ 10 രൂപ കൊടുക്കുള്ളൂ എന്നിട്ട് 20 രൂപ കൊടുത്തേ എന്തൊക്കെയായിരുന്നു 10 രൂപയെ കൊടുക്കുള്ളൂ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഉന്തി അങ്ങ് വന്നാൽ മതി മിനിമം 20 രൂപ അതിൽ കൂടുതലാണെങ്കിൽ വലിയ എമൗണ്ട് കൊടുക്കണം ഞാൻ വലിയ എമൗണ്ട് കൊടുത്തില്ല ഒരു മണിക്ക് മുമ്പ് പർച്ചേസ് അങ്ങനെ നീ 10 രൂപ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു പണ്ട് 10 രൂപ കുറെ നാളായി ഇപ്പൊ വന്നിട്ട് 10 രൂപയായിരുന്നു പണ്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴും 10 രൂപയാണ് ഞാൻ അറിഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നു ഇന്ന് വീക്കെൻഡായോണ്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ ടൈം ഏതോ ദിവസങ്ങളില് എമൗണ്ട് 20 അല്ലെങ്കിൽ 10 ആണ് നമ്മൾ സാധാരണ വരുന്ന എപ്പോഴാണ് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും വെള്ളിയാഴ്ചയൊക്കെ വരാറില്ല പക്ഷെ ഞാൻ ജയിച്ചു അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ കുറെ അതെ പിന്നെ ഞാനൊരു തിരുത്തുണ്ടേ 10 രൂപ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ 20 രൂപയാണ് അത് ഞാൻ മറ്റേ നിഗമനം 20 രൂപ പക്ഷെ നമ്മൾ 1 അവർ കാരണം നമ്മൾ 7:55 നമ്മുടെ ടോക്കൺ ഉണ്ടായിരുന്നത് നമ്മള് 8:40 ആയപ്പോ തന്നെ നമ്മള് പുറത്തിറങ്ങി സോ 1 അവർ ആയില്ല 1 അവർ വെച്ചിട്ടാണ് അവരുടെ ചാർജ് സോ 20 ഈ വിളിച്ചിരിക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്താ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ബെല്ലേക്ക് അമർത്താത്തവരും അമർത്തണം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ റിവ്യൂ പറ അടിപൊളിയല്ലോ മധുരം